അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതോടെ വടക്കാഞ്ചേരിയിലെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക്. വടക്കാഞ്ചേരി മാരാത്തക്കുന്ന് 3 സ്റ്റാർ സോളിഡ് ബ്രിക്സ് ഉൾപ്പെടെയുള്ള പ്രമുഖ നിർമ്മാണ വ്യവസായ സ്ഥാപനങ്ങളിലെല്ലാം ഉൽപ്പാദനവും നിർമ്മാണ പ്രവർത്തനങ്ങളും നിലച്ച മട്ടാണ്. ബംഗാളിലെ ഈദ് ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളോടും തെരഞ്ഞെടുപ്പും SIR-ഉമായി നാട്ടിലേക്ക് പോയ തൊഴിലാളികൾ 3 മാസത്തോളമായിട്ടും തിരികെ എത്താതിരുന്നതാണ് നിലവിലെ കടുത്ത പ്രതിസന്ധിക്ക് കാരണം. നിർമ്മാണ മേഖലയെ ആശ്രയിച്ച് കഴിഞ്ഞുകൂടുന്ന വലിയൊരു വിഭാഗം വ്യവസായികളും കരാറുകാരും ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിലവിൽ നിർമ്മാണ ജോലികൾക്കായി തൊഴിലാളികളെ തീരെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ലഭ്യമായ മലയാളികളായ തൊഴിലാളികളാകട്ടെ താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അമിത കൂലിയാണ് ആവശ്യപ്പെടുന്നത്. ഇതിന് പുറമെ നിർമ്മാണ സാമഗ്രികളുടെ വലിയ വിലക്കയറ്റവും കൂടിയായപ്പോൾ മേഖല പൂർണ്ണമായും തകർച്ചയുടെ വക്കീലായെന്ന് വടക്കാഞ്ചേരിയിലെ പൗരപ്രമുഖനും മാരാത്തകുന്ന് 3 സ്റ്റാർ സോളിഡ് ബ്രിക്സ് ഉടമയുമായ PR സുരേഷ് കുമാർ പറഞ്ഞു. നിർമ്മാണ മേഖല വളരെയധികം സ്തംഭിച്ചിരിക്കുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളെ കിട്ടാനുള്ള തൊഴിലാളികൾക്ക് ഭീമമായ കൂലിയാണ്. 1200-ഉം 1300-ഉം ആണ് ചോദിക്കുന്നത്. ഇതിനൊരു പരിഹാരമായി ഗവൺമെൻറ് തലങ്ങളിൽ നിന്നും എന്തെങ്കിലും ഇടപെടൽ നടത്തുകയും വേണ്ടിവരും. അന്യസംസ്ഥാന തൊഴിലാളികൾ കഴിഞ്ഞ മാർച്ച് മാസത്തോടുകൂടി അതാത് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാടുകളിൽ പോവുകയും നിർമ്മാണ മേഖല വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ വരികയും ചെയ്യുകയാണ്. ഇവിടുത്തെ ഈ സ്ഥാപനം ഏകദേശം 2 മാസത്തെ കാലമായി അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. നിർമ്മാണ യൂണിറ്റിലേക്ക്, ഈ ഹോളോബ്രിക്സിൻ്റെ നിർമ്മാണ യൂണിറ്റിലേക്ക് ആളുകളെ കിട്ടാനില്ലാത്തൊരവസ്ഥയും അന്യസംസ്ഥാന തൊഴിലാളികളെ കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. എല്ലാ നിർമ്മാണ മേഖലയും കൺസ്ട്രക്ഷൻ മേഖലയിലും വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിലും വലിയ ബുദ്ധിമുട്ടുകൾ തൊഴിലാളികളെ കിട്ടാനില്ല. ആയിരക്കണക്കിന് തൊഴിലാളികളും കുടുംബങ്ങളും നേരിട്ടോ അല്ലാതെയോ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ മേഖലയാണിത്. You are watching VCV News.